ഹായ് ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണോ? ഗുഡ് മോർണിംഗ് മക്കളെ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ കുഴപ്പമില്ലാതൊക്കെ ഇങ്ങനെ പോണു. പൊട്ടലും ചീറ്റലും ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്, കുറേ അലേർട്ട്സ് വരുന്നുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ സേഫായിരിക്കുന്നു. ഇനി നമ്മൾ നിർത്തിയത് എവിടെയായിരുന്നു? നല്ല വമ്പൻ മഴ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വമ്പൻ മഴയൊക്കെ വന്നു പോയി. നമ്മുടെ കിളിക്കുട്ടികൾ, അതായത് കിളിക്കുട്ടികളെല്ലാം മുട്ടയൊക്കെ വളരെ സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മക്കിളി കറക്റ്റായിട്ട് വന്ന് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല കൂട്. നമ്മൾ നമ്മുടെ ഒരു സമാധാനത്തിന് അത് കംപ്ലീറ്റ് ആയിട്ട് അവിടെ കെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വെള്ളമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബ്യൂട്ടിഫുൾ എൻജിനീയറിംഗ് ആയിരുന്നു അമ്മക്കിളി ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അവർക്ക് നല്ലപോലെ അറിയാം കാറ്റത്തും മഴയത്തും വെയിലത്തും ഒക്കെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളത്. എൻ്റെ ചെടികളൊക്കെയാണ് കുറച്ചൊന്ന് പ്രശ്നങ്ങൾ പറ്റിയത്. സോ ബേസിക്കലി സൂര്യകാന്തിയൊക്കെ ഒന്ന് വീണിട്ടുണ്ടായിരുന്നു. കാറ്റ് നല്ല രീതിയിൽ അടിച്ചിട്ടാണ് മഴ ഭയങ്കരമായിട്ടാണ് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരുടെയും വെള്ളം കെട്ടലും പിടിക്കലും പിന്നെ നമ്മുടെ ഭാഗത്തൊക്കെ നല്ല വെള്ളമായിരുന്നു. അതൊക്കെ അപ്പം അവർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നല്ല അടിപൊളി പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പ്രിക്കോഷനായിട്ടുള്ള രീതിയിൽ പോയ പ്രാവശ്യം അല്ലാത്ത പോലെ നമ്മളും കുറച്ച് പ്രിക്കോഷൻസൊക്കെ എടുത്തിരിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും പറ്റിയില്ല. ഓക്കെ, അത്ര വേണമെങ്കിൽ പറയാം. നമ്മളുമെല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. കാര്യങ്ങൾ പോയ പ്രാവശ്യം എന്ന് പറയണു ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്താ ചെയ്യേണ്ടതെന്നോ എന്താ ഇതാക്കേണ്ടതെന്നോ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് ഓക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്രാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നും തട്ടാതെ തന്നെ എല്ലാവരുടെയും പറന്നു പോവുകയോ ഇല്ലെങ്കിൽ വല്ലതും പ്രശ്നം വരിക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കുഞ്ഞി കാട് ഓക്കെ ആയിട്ട് കാര്യങ്ങളൊക്കെ പോകണ്ടായിരുന്നു. എല്ലാം പറന്ന് വന്ന് കിടക്കലൊക്കെ ആയിരുന്നു. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പറന്ന് വന്നിട്ടുള്ള ഇതായിരുന്നു എന്ന് മാത്രം. എന്താ വെച്ചാൽ നല്ല അടിപൊളി കൊടുങ്കാറ്റായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് വീണ്ടും അന്നത്തെ ദിവസം വൈകുന്നേരം വീണ്ടും തുടങ്ങും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കിളിക്കൂടിൻ്റെ അതിൽ നമ്മൾ കെട്ടിക്കൊടുത്ത മുകളിൽ കെട്ടിക്കൊടുത്തത് നല്ല സൂപ്പർ ഇൻടാക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ കെട്ടിക്കൊടുത്തത് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഞാനെടുത്ത് മാറ്റി കളഞ്ഞു. എന്താ കാരണം എന്ന് വെച്ചാൽ അത് ഒരു ഡിസ്റ്റർബൻസ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് മുകളിൽ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്കൊരു പേടിയുള്ളത് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് ഇനി അമ്മക്കിളിയും മറ്റും വരാതിരിക്കുമോ എന്നൊന്നും പേടിച്ചു ഞാൻ. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വന്ന് നോക്കുന്ന സമയത്ത് അമ്മക്കിളി കറക്റ്റായിട്ടുള്ള രീതിയിൽ പറന്നുപോയ കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതാ നമ്മൾ കിളികൾക്കെല്ലാം വെച്ച് കൊടുത്തു. പാവങ്ങൾ മഴയത്താണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, എവിടെ പോയിട്ട് കഴിക്കും, നമ്മളെ തന്നെ ആശ്രയിക്കണ്ടേ. കൊടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ തന്നെ ആശ്രയിക്കും. അപ്പോൾ അവരൊക്കെ കഴിച്ചു. അടുത്ത മഴ വരുമ്പോഴേക്കും അവരൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം ഒരു അടിപൊളി സന്തോഷ വാർത്ത ആണ് ഉണ്ടായത്. ആ ഒരു സന്തോഷം പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി കാണിച്ചു തരാൻ പോകുന്നത്. ഒരു ഈസി ആയിട്ടുള്ള പുഡിംഗ് റെസിപ്പി കണ്ടാലോ? ഒരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യാൻ പോവുകയാണ് നിങ്ങളായിട്ട്. അപ്പോൾ അതിന് ഏതൊരു തരം എന്ത് ചോക്ലേറ്റ് കേക്ക് വേണമെങ്കിലും എടുക്കാം. പിന്നെ ചോക്ലേറ്റ് കസ്റ്റേർഡ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. ആ ചോക്ലേറ്റ് കസ്റ്റേർഡ് എടുക്കുക. ഇത് ഗ്യാസും കത്തിക്കേണ്ട, ഒന്നും ചെയ്യണ്ട, അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചോക്ലേറ്റ് കസ്റ്റേർഡ് എടുത്തിട്ടുണ്ട്, ചോക്ലേറ്റ് കേക്ക് എടുത്തിട്ടുണ്ട്, ചോക്ലേറ്റ് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടതൊക്കെ നമ്മുടെ ചോയ്സ്. ഇനി നമ്മളൊരു ബൗൾ എടുക്കുക. എന്നിട്ട് ചോക്ലേറ്റിൻ്റെ കേക്ക് ആദ്യം ലെയർ ചെയ്യുക. ഓക്കെ, സൈഡിലൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫോർക്ക് കൊണ്ട് നല്ല പോലെ ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ബൗളിൽ സൈഡൊക്കെ ഇങ്ങനെ ചോക്ലേറ്റിൻ്റെ കേക്കിനെ മുറിച്ചിട്ട് ഇൻടാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വെച്ച് കൊടുത്തു. സോ വെച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്കത് നന്നായിട്ട് ഉള്ളിലേക്ക് ആ ചോക്ലേറ്റ് മിൽക്ക് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതിന് വേണ്ടിയിട്ട് അത് ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ചോക്ലേറ്റ് മിൽക്ക് കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അധികം മെനക്കെടേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാൽ സൂപ്പർ ഈസി ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. ഇനിയിപ്പോൾ ഈ ബ്രാൻഡ് തന്നെ എടുക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒന്നും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ബ്രാൻഡ് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ നമ്മളിതാ നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലോണം ഇങ്ങനെ കുത്തിയിട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റ് മിൽക്ക് അതിലേക്ക് അബ്സോർബായി പോകും. കണ്ടോ, ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു പോകണം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
നമ്മുടെ ചോക്ലേറ്റ് കസ്റ്റേർഡ്, ആ കസ്റ്റേർഡാണ് നമ്മൾ ലെയർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ബോക്സ് എടുത്തിട്ട് അതിനെയും കൂടിയിട്ടൊന്ന് നന്നായിട്ട് ലെയർ ചെയ്തിട്ടുണ്ട്. ഇതോട് കൂടിയിട്ട് വിടുകയാണെങ്കിൽ നിങ്ങൾക്ക് വിടാം. ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വീണ്ടും ഒരു കേക്ക് എടുത്തിട്ട് ഇതേപോലെ തന്നെ മുകളിലേക്ക് ഒരു സെറ്റും കൂടി വെച്ചിട്ട് ഇതേപോലെ ലെയർ ചെയ്ത് വെച്ചു. ബേസിക്കലി എൻ്റെ പാത്രം കുറച്ച് ചെറുതായിപ്പോയി, അതായത് പുഡിംഗ് സെറ്റ് ചെയ്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി. കുറച്ചും കൂടി വിസ്താരമുള്ള പാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായി തന്നെ. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഈ ഒരു പാത്രം ആയതുകൊണ്ട് നന്നായിട്ട് സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേക്ക് നല്ല പോലെ സോക്ക്ഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ലെയറും കൂടിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ലെയറും കൂടി നമ്മൾ വെച്ച് കൊടുത്ത് ഇതേ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യാൻ പോവുകയാണ്. ഇതേ കുത്തൽ, ഇതേ മുകളിലിടൽ, ഇതേ നമ്മുടെ എന്താ പറയുക മുകളിലേക്ക് എടുത്ത് ഒഴിക്കൽ, നമ്മുടെ മിൽക്ക് ഒഴിക്കൽ, കസ്റ്റേർഡ് ഇടൽ. അങ്ങനെയാണ് ലാസ്റ്റ് നിങ്ങൾ കസ്റ്റേർഡ് ഇട്ടിട്ട് വേണം ഇതിനെ ഒന്ന് അവസാനിപ്പിക്കാൻ. സോ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇത് ഏത് തരം കേക്കിൽ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് അല്ലാതെ ആണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മിൽക്ക് കേക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഒരു ടീ കേക്ക് എടുക്കാം, ടൂട്ടി ഫ്രൂട്ടി കേക്ക് എടുക്കാം. എന്നിട്ട് സാധാരണ കസ്റ്റേർഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്, പക്ഷേ വളരെ രുചികരമായിട്ടുള്ളൊരു പുഡിങ്ങാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. സോ ഇറ്റ് ഈസ് ഈസി. ആരെങ്കിലും വരണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു പുഡിങ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ശരി. അപ്പോൾ ഇതാണെങ്കിൽ കുറച്ച് തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ വളരെ ടേസ്റ്റിയാണ്. പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എന്തിനാണ് ഈ ഒരു സന്തോഷത്തിന് ഞാൻ ഒരു പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങളുടെ അടുത്ത് കാണിച്ചു തരാം. സോ ബേസിക്കലി ഈ ഒരു സമയത്തും, ഈ ഒരു ടെൻഷൻ പിടിച്ചിട്ടുള്ള ഒരു സമയത്തും നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് പ്രൊസീഡിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു കാര്യം എല്ലാവർക്കും കൊടുക്കാം ഒരു മധുരത്തോട് കൂടിയിട്ട് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ ഫൈനലി നമ്മുടെ കസ്റ്റേർഡ് കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് സ്ട്രോബെറിയും അതേമാതിരി തന്നെ കുറച്ച് എന്താണ് പറയുക നമ്മുടെ ചോക്കോ ചിപ്സും അതും കൂടി ഞാൻ ഇട്ടിട്ടാണ് ഇതിനെ ഫിനിഷ് ചെയ്യണത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 4 മണിക്കൂർ വെച്ചാൽ മതി. ഞാനൊരു 6-7 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെയാണ് സ്ട്രോബെറി ഞാൻ സെറ്റ് ചെയ്യണത്. ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി സ്ട്രോബെറി തന്നെ ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇടാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഇനിയിപ്പോൾ ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ഈ പുഡിംഗ് വളരെ ടേസ്റ്റി ആയിരിക്കും, ഒരു കുഴപ്പമില്ല. സോ ഇതുപോലെ ഈ ഒരു കോമ്പിനേഷൻ, അതായത് സ്ട്രോബെറി ചോക്ലേറ്റ് കോമ്പിനേഷൻ എന്ന് പറയില്ലേ, ആ ഒരു കോമ്പിനേഷൻ സൂപ്പർ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ സ്ട്രോബെറി വെക്കുന്നത്. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ കൂടുതലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നത് നമ്മുടെ കിച്ചാപ്പുവാണ്. ഞാനൊന്നും വലിയ ചോക്ലേറ്റ് ഫാൻ അല്ല, പക്ഷേ ഈ ഒരു പുഡിംഗ് സൂപ്പറായിരുന്നു. അതുകൊണ്ട് ഞാൻ ഡെഫിനറ്റ്ലി ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ ഒരു എന്താണ് പറയുക ചോക്കോ ചിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്. അതെല്ലാവിടെയും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറയുക നോർമലായിട്ടുള്ള രീതിയിൽ ആണ് പുഡിംഗ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്ലെയിൻ ആയിട്ടുള്ള കേക്ക് എടുത്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലെയിൻ രീതിക്ക് പോവാം. അല്ല ചോക്ലേറ്റ് ബേസ് ആയിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് ബേസ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി 7 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് സോക്ക്ഡ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാവുന്ന ഒരു സൂപ്പറായിട്ടുള്ള ഒരു പുഡിംഗ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാവും. ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഇത്രയും സൂപ്പറായിട്ടുള്ള ഒരു പുഡിംഗ് നിങ്ങൾക്ക് ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ വൈ നോട്ട് ഗിവ് ഇറ്റ് എ ട്രൈ അല്ലേ. അതുമാത്രമല്ല നല്ല സൂപ്പർ രുചിയും കൂടിയിട്ടാണ്. ആ ഓരോ സ്ലൈസും അങ്ങനെ അങ്ങോട്ട് സോക്കായിട്ട് ആ കസ്റ്റേർഡോട് കൂടിയിട്ട് നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് വെരി നൈസ്. അപ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പ് ഫാൻ ചോക്ലേറ്റ് ഫാൻ ആയിട്ടുള്ള കിച്ചാപ്പു ടേസ്റ്റ് ചെയ്തിട്ട് കിച്ചാപ്പുവിന് ഭയങ്കര ഇഷ്ടമായി. ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറയാം, എന്തിനാണ് വീട്ടിലുള്ള എല്ലാവർക്കും സ്വീറ്റോട് കൂടിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്ന് നോക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദുബായിൽ നമുക്ക് ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു ലൈസൻസും കൂടി വിനീസ് കിച്ചണിന് കിട്ടിയിരിക്കുകയാണ്. പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലൈക്ക് എന്തൊരു കാര്യം ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഞാൻ ലൈസൻസ്ഡോട് കൂടിയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഒരു 5 കൊല്ലം മുമ്പ് തന്നെ ഞാൻ വിനീസ് കിച്ചണിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഈ ഒരു ലൈസൻസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ വ്ളോഗിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരാളായിരുന്നു.
ഏതൊരു കാര്യവും ഞാൻ വളരെയധികം അതിൻ്റെ ലൈസൻസ്ഡോട് കൂടിയിട്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം. സോ 5 കൊല്ലം മുമ്പ് ഞാൻ ആ വ്ളോഗിംഗ് ലൈസൻസ് എടുത്തു വെച്ച ഒരാളാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വിനീസ് ഹോസ്പിറ്റാലിറ്റി ആൻഡ് ഈവൻറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ട്രേഡ് ലൈസൻസ് LLC കമ്പനി തുടങ്ങിയപ്പോൾ അത് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനി ഞാൻ തുടങ്ങി എന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദുബായിൽ ഇൻഫ്ലുവൻസർ ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള മീഡിയ ലൈസൻസ് വളരെ നിർബന്ധമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ദുബായിൽ താമസിക്കുന്ന UAE താമസിക്കുന്ന എല്ലാവർക്കും അറിയാം. അതായത് നിങ്ങൾ നിങ്ങളുടെ പേജിൽ, അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഏത് സോഷ്യൽ മീഡിയയിലാണോ നിങ്ങൾ, അതിൽ നിങ്ങൾക്കൊരു പ്രൊമോഷൻ ചെയ്യണമെങ്കിലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള സംഭവം തന്നെ അഡ്വർടൈസ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഒരു മീഡിയ ലൈസൻസ് വേണം. ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് ആ പ്രോഡക്റ്റിനെ നിങ്ങൾ അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വേണ്ട. പക്ഷേ ജസ്റ്റ് ഇൻ കേസ് ഒരു സേഫർ സൈഡ് എന്നുള്ള നിലയിൽ നമ്മൾ നാളെ മേലാൽ നല്ലൊരു പ്രോഡക്റ്റ് നമുക്കൊരു പ്രൊമോഷൻ ചെയ്യേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ലൈസൻസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് പോയത്. ഇനി എങ്ങനെയാണ് ഈ ലൈസൻസ് എടുക്കുക എന്നുള്ളത് പല ആൾക്കാർക്കും പല കൺഫ്യൂഷനാണ് ഉള്ളത്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, വി ആർ എ രജിസ്റ്റേർഡ് ആൻഡ് ഒഫീഷ്യൽ ഇൻഫ്ലുവൻസർ ഇൻ ദുബായ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ട്രേഡ് ലൈസൻസ്, അതായത് ആദ്യം തന്നെ നമുക്കൊരു ട്രേഡ് ലൈസൻസ് വേണം, വ്ളോഗിംഗ് ലൈസൻസ് നമുക്ക് വേണം. അത് ഓൾറെഡി ഞാൻ 5 കൊല്ലം മുമ്പ് എടുത്തു വെച്ചതുകൊണ്ട് അതിനെ റിന്യൂ മാത്രമാണ് ഞാൻ ചെയ്തത്. ഇല്ല, ഫ്രഷ് ആയിട്ട് നിങ്ങൾ തുടങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഡ്, അതായത് ദുബായ് എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ ചെയ്തിട്ട് ഡെഡ് എന്ന് നിങ്ങൾക്ക് ട്രേഡ് ലൈസൻസ് കിട്ടും. ആ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. എന്താ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോലീസ് ക്ലിയറൻസ് നമുക്ക് കിട്ടണം. അങ്ങനെ നമുക്ക് പോലീസ് ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷ കൊടുക്കണം. അങ്ങനെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഈ നമുക്ക് ഡെഡിൻ്റെ ട്രേഡ് ലൈസൻസ് സർട്ടിഫിക്കറ്റും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം മീഡിയ അഡ്വർടൈസ്മെൻറ്റ് വെബ്സൈറ്റിൽ. നമ്മൾ ഇത് രണ്ടും കൂടി അപ്ലോഡ് ചെയ്യണം. ഇത് രണ്ടും കൂടി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതുപോലെയുള്ള നിങ്ങൾക്ക് ലൈസൻസ്ഡ് ആയിട്ടുള്ള സംഭവം കിട്ടുക. ഈ ലൈസൻസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ലൈസൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കിട്ടും. ആ അഡ്വർടൈസ്മെൻറ്റ് ലൈസൻസ് ആണ് നമ്മൾ എല്ലാ സോഷ്യൽ മീഡിയയിലും പിൻ ചെയ്ത് വെക്കേണ്ടത്. അതായത് നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലുവൻസർ ആണ് എന്നാണ് കാണിക്കുന്നത്. ഇതില്ലാതെ നിങ്ങൾ ഏതൊരു സോഷ്യൽ മീഡിയയിലും നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ് ഫൈൻ ആയിരിക്കും, 20,000 ദിറമോളമായിരിക്കും നിങ്ങൾക്ക് ഫൈന് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിലോ ചെയ്തിട്ടില്ലെങ്കിലോ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് എത്രയും വേഗം എടുത്തു വെക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ബിക്കോസ് ഇതില്ല എന്നുണ്ടെങ്കിൽ പണി എവിടുന്ന് വരണമെന്ന് പറയാൻ പറ്റില്ല. സോ നമ്മൾ ആ ഒരു റിസ്കിന് എപ്പോഴും നിന്നിട്ടില്ല വിനീസ് കിച്ചൺ, ഇനി നിൽക്കാനിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. സോ ലൈസൻസ്ഡ് ഇൻഫ്ലുവൻസർ ഇൻ ദുബായ് എന്നുള്ള ആ ഒരു രജിസ്റ്റേർഡ് ലൈസൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയറിനൊക്കെ എത്ര ദിവസം എടുത്തു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 15-20 ഡേയ്സ് ആണ് എടുക്കുന്നത്. ഓരോന്നും ഒരു 4 ദിവസം വെച്ച് എടുക്കുന്നുണ്ട്. പോലീസ് ക്ലിയറൻസ് കിട്ടാൻ 4 ദിവസം, ഡെഡിൻ്റെ ട്രേഡ് ലൈസൻസ് കിട്ടാൻ 4 ദിവസം, ഇത് രണ്ടും കൂടി കിട്ടിയിട്ട് മീഡിയ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാൻ ഒരു 4 ദിവസം, ഇങ്ങനെയൊക്കെയാണ് എടുത്തത്. സോ ഒരു 15 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ സംഭവം കയ്യിൽ കിട്ടും. അതിൽ നിങ്ങൾക്കൊരു നമ്പർ ഉണ്ടാവും, അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നമ്പർ, അഡ്വർടൈസ്മെൻറ്റ് പെർമിറ്റ് നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഏതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് പെർമിറ്റ് നമ്പർ ഇന്നതാണ് എന്ന് അതിൽ കൊടുക്കുക. പ്ലസ് വേറൊരു കമ്പനിയോ ഇല്ലെങ്കിൽ വേറൊരു സ്ഥാപനമോ നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവരും ചോദിക്കും നിങ്ങളുടെ അടുത്ത് മീഡിയ അഡ്വർടൈസ്മെൻറ്റ് പെർമിറ്റ് ഉണ്ടോ എന്ന്. ആ സമയത്തും നിങ്ങൾക്ക് ഇത് കൊടുക്കാനുള്ള നമ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ ദുബായിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം. വൺസ് ഒരു സംഭവം ലൈസൻസോട് കൂടിയിട്ടേ ചെയ്യാൻ പാടുള്ളൂ എന്ന ഒരു നിയമം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ കുട്ടിക്കളി പറ്റുകയില്ല എന്നുള്ളത് വെരി വെൽ ഇൻഫോംഡ് ആയിട്ട് എല്ലാവർക്കും അറിയാം. എന്നാലും ഒരിക്കൽ കൂടി ഞാൻ റിമൈൻഡ് ചെയ്യുകയാണ്, കുട്ടിക്കളി ചെയ്യരുത്. അതായത് സൈഡ് ബൈ സൈഡായിട്ട് ആരും കാണാതെ നമ്മൾക്കൊരു പ്രൊമോഷൻ ചെയ്തു കൊടുക്കുക എന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. നമ്മൾ ആ ഒരു പണിക്ക് നിൽക്കരുത്. ബിക്കോസ് പണി വരും മക്കളെ. അതെന്തായാലും ആ ട്രാക്ക് റെക്കോർഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വല്ലാത്ത ഫൈനായിരിക്കും അവർ കൊടുക്കുന്നുണ്ടാവുക. സോ യെസ്, വൺസ് അഗെയിൻ ഈ ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു.
നമ്മളപ്പോൾ ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ആയിരിക്കുകയാണ്. സോ ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പുഡിംഗ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കും അത് ഞാൻ ഷെയർ ചെയ്തിരിക്കുകയാണ്. സോ എക്സ്ട്രീംലി ഹാപ്പി. ഈ ഒരു സമയത്തും നമുക്കിങ്ങനെ ഒരു ഹാപ്പി ന്യൂസൊക്കെ ഉണ്ടാവുക ലൈഫിൽ എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. സോ എൻ്റെ കുടുംബത്തിനോട് ഞാനിത് ഷെയർ ചെയ്തിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു ജേർണിയിൽ, ഇനിയും ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസും വ്ളോഗ്സുമായി പിന്നെ കാണാം.